Hi kutees, നമ്മുടെ ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ this is your Jancy. അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോളേജിൽ പോകണമെങ്കിൽ സ്കൂളിൽ പോകണമെങ്കിൽ നമുക്ക് മേക്കപ്പിൻ്റെ എബിസിഡി പോലും നമുക്കറിയില്ല. നമ്മുടെ അമ്മമാർ ഒരുക്കി തന്നെ ആ സെയിം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് കണ്ണെഴുതുന്നു, പൊട്ടിടുന്നു, പൗഡർ ഇടുന്നു. ഞാനൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെയാണ് നമ്മൾ ഓരോന്നിനെ പറ്റി ഇങ്ങനെ അറിയാൻ തുടങ്ങുന്നതും അങ്ങനെ ഫ്രണ്ട്സിൽ നിന്ന് പറഞ്ഞു തുടങ്ങുക, അങ്ങനെയൊക്കെ നമ്മൾ തുടങ്ങാം. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്കും നമ്മൾ ആ സമയത്ത് ആലോചിക്കാത്തൊരു സംഭവമാണ്. നമ്മളപ്പോൾ ലിപ് ബാമൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് കടക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അതായത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, പക്ഷെ നമുക്കത് പ്രോപ്പറായിട്ട് എങ്ങനെ അത് യൂസ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും. നമ്മൾ അത് വെച്ച് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ് ചെയ്യാറ്. ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ് കേട്ടോ. ഇപ്പോഴായാലും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറ്. പക്ഷെ കുറേ പേർക്ക് പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ള ബ്രഷുകളുണ്ട്. പക്ഷെ അതൊക്കെ അഫോർഡബിൾ അല്ല നമുക്ക് വാങ്ങിക്കാനായിട്ട്. ഈവൻ ലിപ്സ്റ്റിക്ക് വാങ്ങാൻ തന്നെ നല്ലൊരു ബ്രാൻഡ് വാങ്ങിക്കണമെങ്കിൽ തന്നെ അത് നമുക്ക് പറ്റില്ല നമ്മുടെ പോക്കറ്റ് മണിയിൽ നിന്ന് എടുത്തിട്ട്. സപ്പോസ് നമ്മൾ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു, അപ്പോൾ നമുക്കത് ലൈൻ ചെയ്തൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നടക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഒരു ഐറ്റം എടുത്തിട്ട് ഒരു ടിപ്പ് കൊണ്ട് എങ്ങനെ ലിപ്സ്റ്റിക്ക് സൂപ്പറായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു കുഞ്ഞു ട്യൂട്ടോറിയലായിട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു ടിപ്പ് നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെബിലൈൻ്റെ ദ ക്രീമി മാറ്റേഴ്സ് ബൈ മെബിലൈൻ്റെ ഡിവൈൻ വൈൻ ഷെയ്ഡ് 695 ആണ് ഞാൻ ഇന്നിവിടെ എടുത്തേക്കണത്. ക്ലിയർ ആകുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടും ഈ ഒരു ടിപ്പ് വെച്ചിട്ടും നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ആദ്യം ഈ ടിപ്പ് എടുക്കാം. ടിപ്പ് എടുത്തിട്ട് ഇതിൽ എക്സസ് ആയിട്ട് വരുന്ന ഈ കോട്ടൺ ഇല്ലേ, ഈ കോട്ടൺ നമുക്ക് കുറച്ച് റിമൂവ് ചെയ്ത് കളയാം. ഈ പ്ലാസ്റ്റിക് ഇതാകുന്ന വരെ മതി. അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് എക്സസ് റിമൂവ് ചെയ്യാം. കണ്ടില്ലേ, വളരെ കുറച്ചുള്ളൂ. എന്നിട്ട് അത് നന്നായി ഇങ്ങനെ തെർത്ത് വയ്ക്കാം. തെർത്ത് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് കുഞ്ഞൊരു ഇതാക്കി നമ്മൾ. എന്നിട്ട് ഇതെടുക്കാം. എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് എടുക്കാൻ പോവാണ്. ലിപ്സ്റ്റിക്ക് എടുത്തു. എന്നിട്ട് ഇതിൽ നിന്ന് എടുക്കാം. എടുത്തില്ല നമ്മൾ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് അത് നമ്മളിങ്ങനെ ടിപ്പിൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ലൈനിൻ്റെ ഇവിടെ എക്സ് ആണ് ആക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എക്സ് ആക്കി, ഞാൻ കാണുന്നില്ല നിങ്ങൾ. ഈ എക്സ് ആക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ലിപ്പിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് നമ്മളിത് ചുറ്റും ഇങ്ങനെ വരയ്ക്കാൻ പോവാണ്, ലൈൻ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ലിപ്സ് ഭയങ്കര സ്മോൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പുറത്തേക്ക് ആക്കിയിട്ട് ലൈൻ ചെയ്യാം. നിങ്ങൾക്കത് വലുതായി തോന്നും. പക്ഷെ അങ്ങനെ ആർക്കും ഇഷ്ടമുണ്ടാവില്ലെന്ന് തോന്നുന്നു. അങ്ങനെ വലുതാക്കി കാണിക്കുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഉള്ള നാച്ചുറൽ ലിപ്സിൻ്റെ അതേ ഷേപ്പിൽ നമുക്കിത് വരച്ചു കൊടുക്കാം ടിപ്പ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ലൈൻ ചെയ്തു എൻ്റെ ലിപ്സ് അതേ ഷേപ്പിൽ. എന്നിട്ട് കുറച്ചും കൂടി ലിപ്സ്റ്റിക്ക് എടുക്കാം. എന്നിട്ട് താഴെ നമുക്ക് ലൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിപ്സ് കുറച്ച് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതൊരു എക്സ്റ്റൻഷൻ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പരത്തില്ല, അങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
ലൈൻ ചെയ്തും സപ്പോസ് എന്തെങ്കിലും പുറത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുറച്ച് പുറത്തേക്ക് പോവാന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്പുറത്തെ സൈഡിൽ മറ്റേ സൈഡിൽ നമ്മൾ കളഞ്ഞിട്ടില്ല ഈ കോട്ടൺ ഇതെടുത്തിട്ട് ഇവിടെ നമുക്ക് പുറത്ത് പോയിക്കുന്നത് ഇങ്ങനെ ഈസി ആയിട്ട് അപ്പം തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കാം. ലൈൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ക്യൂട്ടിപ്പ് ഇവിടെ വയ്ക്കാം കേട്ടോ. എന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് എടുക്കുക. ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് നമ്മളിത് ഫില്ല് ചെയ്യാൻ പോവാണ്. ഒരിക്കലും നമ്മൾ ലൈനിക്ക് ടച്ച് ചെയ്യാണ്ട് ഉള്ളിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും രസരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിത് ഫില്ല് ചെയ്തു ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഷാർപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുക്കാം. എന്നിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലേ നമുക്ക്. നമ്മുടെ ആ ലിപ്സിൻ്റെ അതേ ഷേപ്പ് ഉണ്ടെന്നാനും ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു സ്മോൾ ടിപ്പ്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു കുഞ്ഞു കോമ്പാക്ട് പൗഡർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ കുറച്ച് റെഡിഷ് പോലെ പുറത്തേക്ക് നന്നായി ആയിട്ട് അതിപ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ ആ കോമ്പാക്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചുറ്റും. അപ്പോൾ അത് അങ്ങനെ എടുത്ത് കാണിക്കില്ല, നമുക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല സ്കിന്നുമോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ ട്യൂട്ടോറിയൽ. നിങ്ങൾക്കിത് ഇഷ്ടമാകുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തെ ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്യേണ്ടതിൽ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പുറത്തെ വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും. ബൈ, സീ യു. ആദ്യം ഈ ക്യൂട്ടിപ്പ്